ഇനി നമുക്ക് ഒരു വീഡിയോ കൂടി ഒന്ന് കാണാം. എനിക്കൊരു വലിയ വെല്ലുവിളിയായി തീരുന്നൊരു കഥാപാത്രമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആ വീഡിയോ ഒക്കെ കണ്ടു ഇന്നലെ. കൊല്ലം ശൂരനാട് നടുവിൽ LPSലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഗൗരി എന്ന ഭവിക ലക്ഷ്മി നമുക്കൊപ്പം ചേരും. ഇനി ചൂടുള്ള വാർത്തകളും ചൂടേറിയ വർത്തമാനങ്ങളുമായി കോഫി വിത്ത് ഭവിക ലക്ഷ്മി. ആ പേര് മാറ്റിയോ? അടിച്ചു മാറ്റിയോടെ നമുക്ക് നോക്കാം. Our children must be taught how to think, not what to think. എന്ത് ചിന്തിക്കണമെന്നതല്ല, എങ്ങനെ ചിന്തിക്കണമെന്നതാണ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. പക്ഷെ പലപ്പോഴും നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണോ? നിങ്ങളെ സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? രാവിലെ ഇറങ്ങിയ ഒരു നടത്തം, നിങ്ങളെ ഈ പ്രഭാതം നിങ്ങളെ ഒന്ന് കാണിക്കൂ. ഈ നല്ല മഞ്ഞ് നിങ്ങളെ ഒന്ന് കാണിക്കൂ. ആ മഞ്ഞിന്റെ അനുഭവം നിങ്ങളൊന്ന് അറിയൂ. നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളുടെ ചിന്തകളായി മാറുന്നു. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ വാക്കുകളായി മാറുന്നു. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളായി മാറുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ശീലങ്ങളായി മാറുന്നു. നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ മൂല്യങ്ങളായി മാറുന്നു. നിങ്ങളുടെ മൂല്യങ്ങളിൽ നിങ്ങളുടെ വിധിയായിത്തീരുന്നു. പറഞ്ഞത് ഗാന്ധിയാണ്. സമ്മാനങ്ങൾ നൽകുന്ന സന്തോഷം ഒരു നിമിഷം മാത്രമേ നിലനിൽക്കൂ. നമ്മളുടെ പെരുമാറ്റം അത് നമ്മളുടെയും മറ്റുള്ളവരുടെയും ഒരു ദിവസത്തെ ആയിരിക്കും തീരുമാനിക്കുക. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ സഹായിക്കാനോ അതല്ലാതെയോ നിങ്ങളോടൊപ്പം പുഞ്ചിരിച്ചോ അതല്ലാതെയോ നിൽക്കുന്നയാളുടെ മുഖത്ത് നോക്കി ഒരു ചിരി, ഒരു നല്ല വാക്ക്, ഒരു ശുഭദിനം. മിടിക്കെ ഭവിക ലക്ഷ്മി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഭവിക ലക്ഷ്മി, എനിക്ക് ഒരു വെല്ലുവിളിയല്ല, 1.5 വെല്ലുവിളിയാണ്. കയ്യിൽ കാപ്പി കപ്പൊക്കെയാണല്ലോ ഇപ്പൊ റിപ്പോർട്ടറിന്റെ കാപ്പിയൊക്കെ പിടിച്ച്. ഭവിക ലക്ഷ്മി, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഇതാരാ ഈ ഐഡിയ പറഞ്ഞു തന്നെ ഭവിക ലക്ഷ്മിക്ക്? അത് അച്ഛനാ പറഞ്ഞു തന്നത്. ആദ്യം കണ്ടപ്പം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറെ കഴിഞ്ഞ് ഞാൻ ചെയ്ത് തുടങ്ങി. അത് ശരി. രാവിലെ എഴുന്നേറ്റ് കാണുമോ TV, അതോ യൂട്യൂബിലോ മൊബൈൽ ഫോണിലോ ആണോ കാണുന്നത്? ടിവിയിൽ കാണും അല്ലേ? അപ്പൊ ഇങ്ങനെ കേൾക്കാനൊക്കെ ഇഷ്ടമാണ്, ഇങ്ങനെ പറയാൻ ഇഷ്ടമാണ്. നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ മിടുക്കി ഭവിക ലക്ഷ്മി? ഞാൻ ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. ആഹാ, സിനിമാ നടിയാണോ? ഏത് സിനിമയിൽ? ദാവീദ് റിലീസ് ആവുന്നേ ഉള്ളൂ. ഓ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അച്ഛൻ എന്ത് ചെയ്യുന്നു മോളെ? അച്ഛൻ ടീച്ചറാണ്, താമരക്കുളം VBHS സ്കൂളിലെ സാർ. ഓ, അത് ശരി ശരി. അപ്പൊ അച്ഛനോടും അമ്മയോടും ഒക്കെ അന്വേഷണം പറയാ. അപ്പൊ കാപ്പി കപ്പൊക്കെ പിടിച്ചിട്ട് രാവിലെ ഇങ്ങനെ ഇത് കേൾക്കുമ്പോ അതിങ്ങനെ അതേപോലെ അഭിനയിക്കാനൊക്കെ തോന്നും അല്ലേ? ഇതിൽ ഏതെങ്കിലും ഒരു ഡയലോഗ് കാണാതെ പറയാൻ പറ്റുമോ ഭവിക ലക്ഷ്മിക്ക്? കാണാതെ അങ്ങനെ പഠിച്ചിട്ടില്ല. അപ്പോൾ അങ്കിൾ രാവിലെ പറയുന്നത് കേൾക്കും, കേട്ടിട്ട് അത് റീലെടുക്കും. അച്ഛനാണോ റീലെടുക്കുന്നത് അതോ അമ്മയാണോ റീലെടുക്കുന്നത്? അച്ഛനാണ് റീലെടുക്കുന്നത് അല്ലേ? ഇങ്ങനെ കേൾപ്പിക്കും അല്ലേ? ഈ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ മോക്ക്? മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ ഈ റീലൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ടോ? മോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഭവിക? സാറിന്റെ ഒക്കെ ഫോണിൽ വരുമ്പോൾ ക്ലാസ്. ഞാൻ ശൂരനാട് നടുവിൽ LPS. ശൂരനാട് നടുവിൽ LPSൽ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ ഭവിക? എന്താ മോക്ക് ഏറ്റവും ആഗ്രഹം ജീവിതത്തിൽ? എന്തായി തീരണമെന്നാണ് ആഗ്രഹം? കളക്ടർ. ഓ, വെരി ഗുഡ് വെരി ഗുഡ്. കളക്ടറായി. സിവിൽ സർവീസ് ആണ് ഇഷ്ടം അല്ലേ? പത്രമൊക്കെ വായിക്കും, വാർത്തയൊക്കെ കേൾക്കും അല്ലേ? ഓക്കെ, വെരി ഗുഡ്. നന്നായി പഠിച്ചാൽ കളക്ടറൊക്കെ ആവാം. വളരെ ഈസിയാ കേട്ടോ, നന്നായി പഠിച്ചാൽ മതി. ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാ ഭവികയുടെ സ്കൂളിൽ? മാത്സ് ആണ്. ഓ, കണക്കിഷ്ടാണ്, അഭിനയം ഇഷ്ടാണ്. ഡാൻസ് ചെയ്യോ ഭവിക? അരങ്ങേറ്റം കഴിഞ്ഞ. ഓ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോൾ നർത്തകിയാണ്, അഭിനേതാവാണ്, കണക്കിഷ്ടമാണ്, കളക്ടറാവാൻ ഇഷ്ടമാണ്, മിടുക്കിയാണ് ഭവിക ലക്ഷ്മി. ഓക്കെ, നമുക്ക് എപ്പോഴെങ്കിലും നേരിട്ട് കാണാം കേട്ടോ ഭവിക ലക്ഷ്മി. അപ്പൊ അച്ഛനോടും അമ്മയോടും ഒക്കെ അന്വേഷണം പറയാ. ഇനി വീണ്ടും കാണുക കേട്ടോ. ഈ കപ്പ് ആരാ തന്നത്? കപ്പ്
ഇവിടെ ഉള്ളൊരു മാമനെ തന്നെ. ആണല്ലേ? ആ കപ്പ് സ്വന്തമാക്കിക്കോ കേട്ടോ. അപ്പൊ കപ്പ് ഇന്നത്തെ ഗിഫ്റ്റ് ആയിട്ട് മോൾ എടുത്തോളൂ ഭവിക ലക്ഷ്മി. അപ്പോൾ അങ്ങനെ ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. ഇവിടെ റിപ്പോർട്ടർ ടിവിയുടെ എല്ലാവർക്കും ഇഷ്ടമായി മോളുടെ ആ ഒരു ആക്ടിങ് കേട്ടോ. അപ്പൊ നന്നായിട്ട് അഭിനയിക്കുക, നന്നായി പഠിക്കുക, നല്ല മിടുക്കിയാവുക കേട്ടോ ഭവിക. താങ്ക് യു സർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, ഭവിക ലക്ഷ്മിയുടെ ആക്ടിങ് പ്രേക്ഷകർ കണ്ടു കാണുമല്ലോ. ഇതൊക്കെ കാണുമ്പോൾ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടാലൻ്റുള്ള കുട്ടികൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവരുടെ ചിരിയും സന്തോഷവും ഒക്കെ കാണുമ്പോൾ ചില സങ്കടങ്ങളും ചില വാർത്തയിലെ ഞെട്ടലുകളും ഒക്കെ നമുക്ക് മാറി ജീവിതം എത്ര സുന്ദരമാണെന്ന് തോന്നും. അതിനുവേണ്ടിയാണ് നമ്മൾ ഭവിക ലക്ഷ്മിയെ പ്രേക്ഷകർക്ക് മുന്നിൽ കൊണ്ടുവന്നത്.